ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, കാണുമ്പോൾ മത്തി പോലെ ഉണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴത്തേനും ഉമ്മ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാ. ഇതിൻ്റെ ചെളുക്കൊക്കെ ഉമ്മ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് മാത്രം ഒന്ന് കളയേണ്ട പണി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ മീനിനെയൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്തെടുത്തു. ഇത് എന്തൊരു പച്ചമീനാണ് കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ ഉലുവ നമുക്കതിൽ ഇട്ട് വെക്കാം. ഉലുവ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി നോക്കട്ടെ. ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ചുവന്നുള്ളി. അപ്പം അതിലേക്ക് തക്കാളി, 2-3 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ചുവന്നുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. അത് നന്നായി വഴറ്റി കൊടുക്കുക. അത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഈ മസാലപ്പൊടികളുടെ ഒരു പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടി പുളിവെള്ളം ഒഴിച്ചു. അതിലേക്ക് കുറച്ചുകൂടി പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി തിളച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഞാനങ്ങനെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു, തീ കുറച്ചിട്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. സത്യത്തിൽ മീനിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, എന്തോ ഒരു പച്ചമീനാണ്. ഇനി അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. കണ്ടോ, നമ്മുടെ മീൻ കറി റെഡിയാക്കിയാണ്. ഇനി ഒരു ഷോക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് മുകളിൽ വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മീൻ കറി റെഡി.